സത്യം സത്യമായി എന്ന TV പ്രോഗ്രാമിൻ്റെ മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം പാപമാണ്. ദൈവം നീതിമാനും വിശുദ്ധനുമായതുകൊണ്ട് പാപം ശിക്ഷിക്കപ്പെട്ടേ മതിയാവുകയുള്ളൂ. പാപത്തിൻ്റെ ശിക്ഷ വിശുദ്ധ ബൈബിൾ പറയുന്നു നരകമാണ്. എന്നാൽ സുവിശേഷത്തിന് മറ്റൊരു പ്രത്യാശ നിർഭരമായ വശമുണ്ട്. അത് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം ഒരുക്കപ്പെട്ട രക്ഷയാണ്. തൻ്റെ പുത്രനെ ക്രൂശിൽ നൽകിക്കൊണ്ട് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമുണ്ടായി. അത് സുവിശേഷത്തിൻ്റെ പ്രത്യാശ നൽകുന്ന മറുവശമാണ്. വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കുന്ന ദൈവത്തിൻ്റെ പരിപാടിയാണ് രക്ഷ. ആ രക്ഷ എന്ന വിഷയം ബൈബിളിൻ്റെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്ന പ്രമേയം ദൈവത്തിൻ്റെ രക്ഷയെ സംബന്ധിച്ച് 3 വസ്തുതകളാണ്. ഒന്ന്, ദൈവത്തിൻ്റെ വചനം രക്ഷയെ സംബന്ധിച്ച് പ്രഖ്യാപിക്കുന്നത് രക്ഷ എല്ലാവർക്കും ആവശ്യമാണ്. പൊതുവെ മനുഷ്യർ ചോദിക്കാറുള്ള ചോദ്യമുണ്ട്, ഞാൻ ഒരു പ്രത്യേക മതത്തിൽ അല്ലെ വിഭാഗത്തിൽ അല്ലെ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ ആവശ്യമുണ്ടോ? എൻ്റെ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ അല്ലെ പ്രത്യേക സമുദായത്തിൽ അല്ലെ പ്രത്യേക മതവിശ്വാസത്തിൽപ്പെട്ടയാളാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ ആവശ്യമുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? ഞാൻ ചെറുപ്പം മുതൽ ബൈബിൾ വായിക്കുകയും ദേവാലയത്തിൽ പോവുകയും ചെയ്യുന്ന വ്യക്തിയാണ്, എനിക്ക് രക്ഷിക്കപ്പെടേണ്ട ആവശ്യമുണ്ടോ? വളരെ ചെറുപ്പം മുതൽ ഞാൻ സൺഡേ സ്കൂളിൽ പങ്കെടുക്കുകയും ഭക്തിമാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ്, എനിക്ക് രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? ഞാനൊരു നിരീശ്വരവാദിയാണ്, നിരീശ്വരവാദിയായി ഞാൻ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന എനിക്ക് രക്ഷിക്കപ്പെടേണ്ടതായിട്ടുണ്ടോ? എനിക്ക് രക്ഷ ആവശ്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യങ്ങൾക്കെല്ലാം ബൈബിൾ നൽകുന്ന ഒരൊറ്റ ഉത്തരമാണ്. അത് രക്ഷ എല്ലാവർക്കും ആവശ്യമാണ് എന്നുള്ളതാണ്. ബൈബിൾ പറയുന്നു, 1 തിമോത്തിയോസ് 1:15 ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സന്ദേശമാണ്. അതുകൊണ്ട് എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. 51-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യത്തിൽ ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവിടെ നമ്മൾ കാണുന്നത് ജന്മപാപവും കർമ്മപാപവും. ജന്മപാപം, മനുഷ്യൻ പാപിയായിട്ട് ജനിക്കുകയാണ്. ദാവീദ് പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുമ്പോൾ തന്നെ ഞാൻ പാപിയാണ്. ആദാമിൻ്റെ സന്തതിയായി ജനിക്കപ്പെടുന്ന എല്ലാ മനുഷ്യരും ആദാമിൻ്റെ രക്തം അവരുടെ സിരകളിലൂടെ ഒഴുകുന്നത് കൊണ്ട് അവർ പാപികളാണ്. എല്ലാവരും പാപികളാണ്. ജനിക്കുമ്പോൾ തന്നെ പാപിയായിട്ടാണ് ജനിക്കുന്നത്. തുടർന്ന് പാപിയായി ജനിക്കുന്ന പാപ സ്വഭാവമുള്ള ശരീരത്തോടുകൂടി പാപ സ്വഭാവമുള്ള രക്തത്തോടുകൂടി ഈ ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യർ തുടർന്ന് അവൻ്റെ കർമ്മങ്ങളിലൂടെ പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ പാപം ചെയ്ത് പാപിയാകുകയല്ല, മറിച്ച് അവൻ പാപിയായതുകൊണ്ട് സ്വതവേ പാപത്തിൽ തുടരുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിക്കപ്പെടും. എല്ലാവരും എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. റോമാലേഖനം 3:23 നമ്മൾ വായിക്കുന്നത്: ഒരു വ്യത്യാസവുമില്ല, ഓൾ ഹാവ് സിൻഡ് ആൻഡ് ഫാൾ ഷോർട്ട് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. പഴയ നിയമത്തിൽ ഇയ്യോബ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ ഇയ്യോബ് പറയുന്നു: അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ? ഇയ്യോബ് തന്നെ അതിൻ്റെ ഉത്തരം പറയുകയാണ്: ഒരുത്തനുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഭൂമിയിൽ പാപിയായിട്ട് ജനിക്കുന്നു. അവൻ പാപമുള്ള ശരീരത്തോടും പാപമുള്ള മനസ്സോടും കൂടി ജീവിക്കുന്നു. പാപത്തിന് ആത്യന്തികമായ ശിക്ഷയെന്ന് പറയുന്നത് നരകമാണ്. അതുകൊണ്ട് മനുഷ്യന് ലഭിക്കാവുന്ന സ്വാഭാവിക നീതി, ദൈവത്തിൻ്റെ മുമ്പാകെ ലഭിക്കാവുന്ന സ്വാഭാവിക നീതി എന്ന് പറയുന്നത് നരകശിക്ഷയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിൽ കിട്ടിയ ഒരു ട്രാക്റ്റ് ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. ആ ട്രാക്റ്റിൻ്റെ ആ ലഘുലേഖയുടെ ഹെഡിങ് ഇതാണ്: നരകത്തിൽ പോകുവാൻ എന്താണ് ചെയ്യേണ്ടത്? അതാണ് ആ ട്രാക്റ്റിൻ്റെ ആ ലഘുലേഖയുടെ തലക്കെട്ട്. നരകത്തിൽ എങ്ങനെ പോകാം? അത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്തൊന്നും ഉണ്ടായിരുന്നില്ല, ബ്ലാങ്ക് പേപ്പറായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ സാരം, മനുഷ്യൻ ഇപ്പോൾ ജീവിക്കുന്ന പോലെ അങ്ങ് ജീവിച്ചാൽ സ്വാഭാവികമായും അവൻ എത്തിച്ചേരുന്നത് നരകത്തിലാണ്.
എന്നാൽ ആ ട്രാക്റ്റിൻ്റെ ഒടുവിൽ സ്വർഗത്തിൽ എങ്ങനെ പോകാം എന്നുള്ളതിനെ സംബന്ധിച്ച് ചുരുക്കമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. ദൈവം മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിലൊരുക്കിയ ഒരു രക്ഷാപദ്ധതിയുണ്ട്. തൻ്റെ പൊന്നോമനപുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമായി ക്രൂശിൽ തൻ്റെ പുത്രനെ നൽകിക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ എല്ലാ കടങ്ങളും ഭാരങ്ങളും ഏറ്റെടുത്തവൻ ക്രൂശിൽ മരിച്ച് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കി. അത് വിശ്വസിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും അവൻ്റെ സാഹചര്യം, അവൻ്റെ പശ്ചാത്തലം, അവനായിരിക്കുന്ന മതം, കുടുംബം ഇതൊന്നും വിഷയമല്ല. യഥാർത്ഥമായി ലോകത്തിൻ്റെ രക്ഷിതാവായി ഭൂമിയിലേക്ക് വന്ന് മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി യേശുക്രിസ്തു വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും രക്ഷ ലഭ്യമാണ് എന്നാണ് ആ ട്രാക്റ്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത് രക്ഷയെക്കുറിച്ച് വിശുദ്ധ ബൈബിൾ പറയുന്നത് രക്ഷ എല്ലാവർക്കും ആവശ്യമാണ്. രക്ഷ ആവശ്യമായിട്ട് ഇല്ലാത്ത ആരും തന്നെയില്ല. എല്ലാവർക്കും രക്ഷ ആവശ്യമാണ്. രണ്ട്, രക്ഷയെ സംബന്ധിച്ച് ബൈബിളിൻ്റെ രണ്ടാമത്തെ പ്രഖ്യാപനം പ്രവൃത്തികളാൽ രക്ഷ അസാധ്യമാണ് എന്നാണ്. എന്തുകൊണ്ട് പ്രവൃത്തികളാൽ രക്ഷ അസാധ്യമാണ്? വിശുദ്ധ ബൈബിൾ പറയുന്നു രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. അപ്പോൾ ദൈവം മനുഷ്യന് സൗജന്യമായിട്ട് നൽകുന്ന ഒരു ഗിഫ്റ്റാണ് മനുഷ്യൻ്റെ ആത്മാവിൻ്റെ രക്ഷ എന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, സൗജന്യമായിട്ട് രക്ഷ സ്വീകരിക്കുന്ന വ്യക്തിക്ക് അത് സൗജന്യമായിട്ട് ലഭിക്കുമ്പോൾ അത് നൽകുന്ന, അത് ദാനം ചെയ്ത വ്യക്തി അതിന് വലിയ വില കൊടുത്തിട്ടുണ്ട്. രക്ഷയുടെ കാര്യത്തിലും ഇത് വളരെ വ്യക്തമാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷ സൗജന്യമായി നൽകുവാൻ ദൈവം വലിയ വില നൽകി. എന്താണ് ആ വില? തൻ്റെ പൊന്നോമന പുത്രൻ്റെ ജീവൻ. യേശുവിനെ, പാപമില്ലാത്തവനെ, പാപമില്ല എന്ന് അവനെ കണ്ടവരും കേട്ടവരും അവനെ അറിഞ്ഞവരും അവനോടുകൂടെ ജീവിച്ചവരും അവനെക്കുറിച്ച് സംസാരിച്ചവരെല്ലാം പറഞ്ഞു അവൻ പാപമില്ലാത്തവനാണ്. പീലാത്തോസ് അവനെക്കുറിച്ച് പറഞ്ഞു, ഇവനിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല. അങ്ങനെ പാപമില്ലാത്ത ദൈവത്തിൻ്റെ പുത്രനെയാണ് പാപികളായ മനുഷ്യവർഗത്തിനു വേണ്ടി ക്രൂശിലേക്ക് ദൈവം നൽകിയത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട്, മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് മനുഷ്യന് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല രക്ഷ. നമുക്കറിയാം ഈ രക്ഷ വിലയേറിയതാണ്. കാരണം ഈ രക്ഷയ്ക്ക് ദൈവം മുടക്കിയത് തൻ്റെ പുത്രൻ്റെ ജീവനാണ്. നമുക്കറിയാം ലോകത്ത് സൗജന്യമായി കിട്ടുന്ന അനേക കാര്യങ്ങളുണ്ട്. സൗജന്യമായി ലോകത്ത് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും വളരെ വളരെ വിലയേറിയതാണ്. വായു, ഓക്സിജൻ മനുഷ്യന് സൗജന്യമായി പ്രകൃതിയിൽ നിന്ന് ലഭിക്കുകയാണ്, ദൈവം ദാനമായിട്ട് നൽകുകയാണ്. പക്ഷേ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഒരു രോഗം ബാധിച്ച് ആശുപത്രിയിൽ ശ്വാസമെടുക്കാൻ കഴിയാത്തൊരു വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഓക്സിജൻ സിലിണ്ടർ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വില എത്ര വലുതാണെന്ന് മനുഷ്യൻ മനസ്സിലാകുന്നു. അതുപോലെ തന്നെ വെള്ളം, നമുക്കറിയാം ലോകത്തെ ഏറ്റവും വിലയേറിയൊരു കാര്യമാണ് വെള്ളം. ഇന്ന് നമുക്ക് സൗജന്യമായിട്ടത് ഭൂമി കുഴിച്ചാൽ മനുഷ്യന് ധാരാളം വെള്ളം കിട്ടും, മഴ പെയ്യുമ്പോൾ വെള്ളം കിട്ടും, ഇതെല്ലാം സൗജന്യമായിട്ട് മനുഷ്യന് നൽകുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, വെള്ളമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഏതാനും നാളുകൾക്ക് മുമ്പ് ടി വിയിൽ ഞാനൊരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ഫിലിം സ്റ്റാർ പറഞ്ഞതായ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഒരു പക്ഷേ 3-ാം ലോക മഹായുദ്ധം വെള്ളത്തിന് വേണ്ടിയായിരിക്കും. വെള്ളം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം നമ്മുടെ നദീജല തർക്കങ്ങളൊക്കെ ഇന്ന് നമ്മുടെ സംസ്ഥാനങ്ങളിൽ നടക്കുകയാണ്. ട്രിബ്യൂണലിൻ്റെ അടുത്തേക്ക് കേസുകൾ ചെന്നിരിക്കുകയാണ്. വെള്ളത്തിനു വേണ്ടി മനുഷ്യൻ വാദിക്കുകയാണ്, അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ്. എന്താണ് അതിൻ്റെ കാരണം? വെള്ളമെന്ന് പറയുന്നത് വളരെ വിലയേറിയ കാര്യമാണ്. പക്ഷേ അത് ദൈവം സൗജന്യമായിട്ടാണ് നൽകിയത്. അതുപോലെ തന്നെ പ്രകാശം സൗജന്യമായിട്ട് ദൈവം തന്നിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾക്ക് സൂര്യപ്രകാശമില്ലാത്ത ഒരവസ്ഥയെക്കുറിച്ച്, ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുമോ? ഇവിടെ ഒരു ചലനവും ഉണ്ടാവുകയില്ല. ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അവിടെ നിന്നാണ്. സസ്യങ്ങൾ വളരുന്നത് പ്രകാശത്തിൽ നിന്നാണ്. പ്രകാശമില്ലാത്ത, സൂര്യൻ ഉദിക്കാത്ത ഒരു ലോകത്തെക്കുറിച്ച് മനുഷ്യന് ചിന്തിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, അത് സൗജന്യമായിട്ട് മനുഷ്യന് നൽകുകയാണ്. മാത്രമല്ല, നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് അതിനെ നിയന്ത്രിക്കുന്നത് സൂര്യൻ്റെ താപമാണ്. സൗജന്യമായിട്ടാണ് മനുഷ്യന് ലഭിക്കുന്നത്. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഇങ്ങനെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്ന സൗജന്യമായി ദൈവം നൽകുന്ന ഈ കാര്യങ്ങൾ എത്രയോ വിലയേറിയതാണ്. അതുപോലെയാണ് രക്ഷയും. രക്ഷ മനുഷ്യന് അസാധ്യമായൊരു കാര്യമാണ്. മനുഷ്യന് വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്തൊരു കാര്യമാണ്. വില കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത ആ കാര്യത്തെ ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി സൗജന്യമായിട്ട് ഒരുക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3:16 വായിക്കുന്നത്, തൻ്റെ
ഏകജാതനായി പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, പാപിക്ക് രക്ഷ ദൈവം നൽകുന്നത് ദൈവം ചെയ്ത പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലാണ്, മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിലല്ല. മനുഷ്യൻ രക്ഷയ്ക്ക് വേണ്ടി അനേക കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അനേക കർമ്മങ്ങൾ മനുഷ്യൻ അനുഷ്ഠിക്കാൻ ശ്രമിക്കുകയാണ്. വില കൊടുത്ത് രക്ഷ വാങ്ങിക്കാൻ കഴിയുമെങ്കിൽ എത്ര രൂപ കൊടുത്ത് മനുഷ്യൻ രക്ഷ സ്വന്തമാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം, മനുഷ്യൻ്റെ കർമ്മങ്ങൾ മനുഷ്യൻ്റെ രക്ഷയ്ക്ക് ഉതകുന്നതല്ല. മറിച്ച് ദൈവം മനുഷ്യന് വേണ്ടി ഒരു കർമ്മം ചെയ്തു. ഒരേ ഒരു കർമ്മം. ചരിത്രത്തിൽ ഒരു ക്രൂശ് ഒരുക്കപ്പെട്ടു. ആ ക്രൂശിന്മേൽ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യവർഗത്തിൻ്റെ പാപത്തിന് ബലിയായി തീർന്നു. അതല്ലാതെ ആകാശത്തിന് താഴെ ഭൂമിക്ക് മുകളിൽ വേറൊരു മാർഗവും ദൈവം രക്ഷയ്ക്കായിട്ട് ഒരുക്കിയിട്ടില്ല. മനുഷ്യൻ്റെ രക്ഷ അസാധ്യമാണ്. അത് ദൈവം നൽകുന്നത് തൻ്റെ പുത്രൻ്റെ ചെലവിലാണ്. അതുകൊണ്ട് രക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ രക്ഷ മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നേടുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല. അതിൻ്റെ കാരണം പാപിയായ മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികൾ ദൈവത്തിന് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. ബൈബിൾ പറയുന്നു, മനുഷ്യൻ്റെ നല്ല പ്രവൃത്തികൾ കറ പുരണ്ട തുണി പോലെയാണ്. മനുഷ്യൻ്റെ പാപത്തെ കഴുകുവാൻ ദൈവപുത്രനായ യേശുവിൻ്റെ പുണ്യാക രക്തത്തിനല്ലാതെ മറ്റൊന്നിനും സാധിക്കത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ്റെ പ്രയത്നം കൊണ്ട്, മനുഷ്യൻ്റെ അധ്വാനം കൊണ്ട് രക്ഷ സാധ്യമല്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. മൂന്നാമത്, രക്ഷയെ സംബന്ധിച്ച് ബൈബിളിൻ്റെ പ്രഖ്യാപനം രക്ഷ വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്നതാണ്. ഈ ലളിതമായ സുവിശേഷത്തിൻ്റെ, ഈ സുവിശേഷ സന്ദേശത്തിൻ്റെ ഈ ലാളിത്യം പലപ്പോഴും മനുഷ്യന് ബുദ്ധി കൊണ്ട് ഊഹിക്കുവാനായിട്ട് കഴിയുന്ന കാര്യമല്ല. ഇംഗ്ലീഷിൽ ഇങ്ങനെ ഒരു പറച്ചിലുണ്ട്, ഗോസ്പൽ ഈസ് സോ സിമ്പിൾ ദാറ്റ് വി മേ സ്റ്റംബിൾ അറ്റ് ഇറ്റ്സ് സിംപ്ലിസിറ്റി. സുവിശേഷം വളരെ ലളിതമാണ്. ആ സുവിശേഷത്തിൻ്റെ ലാളിത്യത്തിൽ തട്ടി മനുഷ്യൻ വീഴാൻ എല്ലാ സാധ്യതയുമുണ്ട്. ഇന്ന് ലോകത്ത് നാം കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ്. മനുഷ്യന് ദൈവം കൃപയാൽ സൗജന്യമായി നൽകുന്ന രക്ഷയുടെ ലാളിത്യം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. ഇത്ര ലളിതമാണോ രക്ഷ എന്നാണ് മനുഷ്യൻ ചോദിക്കുന്നത്. മനുഷ്യന് സ്വന്തം അധ്വാനം കൊണ്ടും പ്രവൃത്തി കൊണ്ടും ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടും രക്ഷയെ സ്വന്തമാക്കുവാനാണ് മനുഷ്യൻ പരിശ്രമിക്കുന്നത്. അതിൽ മനുഷ്യൻ പരാജയപ്പെട്ടു എന്ന് ഉള്ളതൊരു നഗ്നമായ സത്യമായിരിക്കെ മനുഷ്യൻ ഇന്നും അതിനുവേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. എന്നാൽ അതിന് വിരുദ്ധമായ ആശയമാണ് ബൈബിൾ മനുഷ്യവർഗത്തിന് മുമ്പാകെ വയ്ക്കുന്നത്. രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യന് വില കൊടുക്കുവാൻ കഴിയുന്നൊരു കാര്യമല്ല. ദൈവം അതിന് വില കൊടുത്തു. അത് വിലയില്ലാത്തതല്ല. ദൈവം അതിന് വില കൊടുത്തു. തൻ്റെ പൊന്നോമനപുത്രനെ യേശു കർത്താവിനെ ക്രൂശിൽ മരിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുന്നത്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 3-ാം അധ്യായത്തിൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു യഹൂദ പ്രമാണിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് നിക്കോദീമോസ് എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം. നിത്യജീവൻ പ്രാപിക്കുവാൻ എങ്ങനെ സാധിക്കുമെന്നൊരു വിശദീകരണം യേശു ക്രിസ്തു നിക്കോദീമോസിനോട് പറയുന്നതായി നാം ആ വേദഭാഗത്ത് വായിക്കുന്നുണ്ട്. യേശു അത് വളരെ മനോഹരമായ നിലയിൽ വിശദീകരിച്ചു കൊടുത്തു. അത് വിശദീകരിക്കുവാനായിട്ട് പള്ളിപ്രമാണിയും യഹൂദ അധ്യാപകനും പരീശനുമായിരുന്ന നിക്കോദീമോസിന് അറിയാവുന്ന ഒരു ചരിത്രം, യഹൂദന് നല്ലവണ്ണം അറിയാവുന്ന ഒരു ചരിത്രമാണ് യേശു ക്രിസ്തു നിക്കോദീമോസിന് വിശദീകരിച്ചു കൊടുത്തത്. ഈ രക്ഷ വിശ്വാസത്താലല്ലാതെ മറ്റൊരു തരത്തിലും മനുഷ്യന് പ്രാപ്യമല്ല എന്ന് തെളിയിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണം ആണ് നാം അവിടെ കാണുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ സംഖ്യാപുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ചരിത്ര സംഭവമാണ് യേശുക്രിസ്തു ഇവിടെ എടുത്ത് വിശദീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ആ ചരിത്ര സംഭവം പ്രത്യേകിച്ച് യഹൂദനായ നിക്കോദീമോസിന് നല്ലവണ്ണം അറിയാവുന്ന ചരിത്ര സംഭവമാണ്. ഇസ്രായേൽ മക്കൾ പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. പാപം ചെയ്തപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു. വിഷസർപ്പങ്ങളെ അവരുടെ മധ്യത്തിലേക്ക് അയച്ചു. വിഷസർപ്പങ്ങൾ അവരെ ഓരോരുത്തരെയും കടിക്കുവാനായിട്ട് തുടങ്ങി. കടിച്ചവർ മരിച്ചു വീഴുവാനായിട്ട് തുടങ്ങി. ഈ അവസ്ഥയിൽ ജനം നിലവിളിച്ചു. പക്ഷേ ദൈവം അവരുടെ നിലവിളി കേട്ടില്ല. പ്രായശ്ചിത്തമില്ലാത്ത നിലവിളി ചിലപ്പോൾ ദൈവം കേൾക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇതിൻ്റെ മധ്യത്തിൽ ദൈവം അത്ഭുതകരമായ ഒരു സ്ട്രേഞ്ച് സൊല്യൂഷൻ, വ്യത്യസ്തമായൊരു പരിഹാരം ദൈവം അവിടെ ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഒരു പിച്ചള സർപ്പത്തെ മരുഭൂമിയിൽ കൊടിമരത്തിൽ ഉയർത്തുകയാണ്. ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കുന്ന ഏതൊരു ഇസ്രായേലിനും, ഏത് ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നാലും ആ പിച്ചള സർപ്പത്തിലേക്ക് നോക്കിയാൽ
അവന് രക്ഷയുണ്ട്, അവന് വിടുതലുണ്ട്. ഈ സംഭവമാണ് യേശു പറഞ്ഞത്, ഇതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. ലോകത്തിലെ മനുഷ്യവർഗം മുഴുവൻ പാപത്തിലേക്ക് നിമതിച്ചപ്പോൾ പാപത്തിൻ്റെ പരിഹാരത്തിനായി ദൈവം ഒരുക്കിയ രക്ഷാമാർഗമാണ് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരമായി ഗൊൽഗോഥ മലയുടെ മേൽ ഉയർത്തപ്പെട്ടു. ആ ക്രൂശിലേക്ക് വിശ്വാസത്താൽ നോക്കുന്ന ഏതൊരു വ്യക്തിക്കും ജാതി, വർണ്ണ, മതവ്യത്യാസമില്ലാതെ വിശ്വാസത്തോടെ ആ ക്രൂശിലേക്ക് നോക്കി ആ ക്രൂശിൽ തൂങ്ങപ്പെട്ട കർത്താവിൻ്റെ മരണത്തെ വിശ്വാസത്താൽ ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു പാപിക്ക് രക്ഷയുണ്ട് എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവും നിക്കോദിമോസും തമ്മിലുള്ള ഈ സംഭാഷണം അവസാനിക്കുന്നത് ബൈബിളിലെ സ്വർണ്ണവാക്യമെന്ന് പറയുന്ന ഒരു വാക്യത്തോടു കൂടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:16 തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഒരു പാപിയായ മനുഷ്യൻ യേശുവിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അതിന് 3 ഘടകങ്ങളുണ്ട്. നാം വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, അറിവ് ആവശ്യമാണ്. കേൾക്കണം. നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്, റോമാലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. കേൾക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ TV-യിലൂടെ ഈ സുവിശേഷ സന്ദേശം പ്രസംഗിക്കപ്പെടുന്നത് ജനങ്ങൾ ഈ സുവിശേഷം കേൾക്കുന്നതിന് വേണ്ടിയാണ്, അറിയേണ്ടതിന് വേണ്ടിയാണ്. എന്താണ് അറിയേണ്ടത്? മനുഷ്യവർഗം പാപത്തിൽ വീണുപോയി. പാപത്തിന് ശിക്ഷയുണ്ട്. സ്വാഭാവികമായ പാപത്തിൻ്റെ നീതി എന്ന് പറയുന്നത് നരകമാണ്. ആ നരകത്തിൽ നിന്ന് ഒരു രക്ഷതയും ഒരുക്കിയിട്ടുണ്ട് തൻ്റെ പുത്രൻ്റെ ചെലവിൽ. അതാണ് മനുഷ്യൻ അറിയേണ്ടത്. 2, അംഗീകരിക്കണം. എന്താണ് അംഗീകരിക്കേണ്ടത്? റോമാലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലയിൽ വരേണ്ട അറിവിനെക്കുറിച്ചല്ല പറയുന്നത്. നാം അറിഞ്ഞ കാര്യത്തെ ഹൃദയത്തിലേക്ക് വിശ്വാസമായിട്ട് പരിണമിക്കണം. ഇന്ന് അനേകർ യേശുവിനെക്കുറിച്ച് അറിയുന്നവരുണ്ട്. യേശു ജനിച്ചതിനെക്കുറിച്ച് അറിയാം, യേശു ജീവിച്ചതിനെക്കുറിച്ച് അറിയാം, യേശുവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് അറിയാം, യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, യേശുവിൻ്റെ രക്ഷാമാർഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അറിവ് ധാരാളമുണ്ട്. ആ അറിവല്ല മനുഷ്യനെ രക്ഷിക്കുന്നത്. ആ അറിവ് അവൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് വിശ്വാസത്തിൻ്റെ 3-ാമത്തെ മേഖല സമർപ്പണമാണ്. സമർപ്പണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിന് വിട്ടുകൊടുക്കുന്നതാണ്. മാനസാന്തരം എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു പ്രസ്താവനയുണ്ട്. ടേണിംഗ് ഫ്രം സെൽഫ് ടു ഗോഡ്. സ്വയത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നതാണ് മാനസാന്തരം. മനോഹരമായൊരു കഥ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്. മുടിയനായ പുത്രൻ്റെ കഥ. നമുക്കറിയാം, വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവൻ്റെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ ഒരു സ്റ്റേജിൽ അവനൊരു സത്യം തിരിച്ചറിയുകയാണ്. അവനിലേക്ക് നോക്കുവാൻ ആരംഭിക്കുകയാണ്. അവൻ്റെ കുറവുകൾ മനസ്സിലാക്കി അവൻ അവിടെ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള ബോധ്യത്തോടു കൂടി ഹീ കെയിം ബാക്ക് ടു ഹിസ് കോൺഷ്യസ് എന്നാണ് പറയുന്നത്. തിരിച്ചപ്പൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ഒരു കാര്യം ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ സന്ദേശവും അതുതന്നെയാണ്. ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടകന്ന് പാപത്തിൽ വീണ് തകർന്നു പോയ മനുഷ്യവർഗത്തിന് പ്രത്യാശയുടെ പുതിയ പാത കർത്താവ് വെട്ടി തുറന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഒരു അധ്വാനവും ആവശ്യമില്ലാതെ വണ്ണം ആ ക്രൂശിലേക്ക് നോക്കി യേശുവെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് മടങ്ങിച്ചെല്ലുന്ന, കർത്താവിനെ സ്വീകരിക്കുന്ന, ഹൃദയം തുറന്ന് യേശു എൻ്റെ ഉള്ളിലേക്ക് വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം രക്ഷ സൗജന്യമായിട്ട് നൽകുന്നു. ഒറ്റ ചോദ്യം ചോദിച്ച് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ഇന്ന് നാം സുവിശേഷത്തെക്കുറിച്ച്, രക്ഷയെക്കുറിച്ച് ബൈബിളിൻ്റെ 3 പ്രഖ്യാപനങ്ങളാണ് കേട്ടത്. 1, രക്ഷ എല്ലാവർക്കും ആവശ്യമാണ്, സകലർക്കും ആവശ്യമാണ്. രക്ഷ ആവശ്യമില്ലെന്ന് പറയുവാൻ ആർക്കും സാധ്യമല്ല. 2, പ്രവൃത്തിയാൽ അത് അസാധ്യമാണ്. മനുഷ്യൻ്റെ അധ്വാനം കൊണ്ടും മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ടും ദൈവം സൗജന്യമായി തരുന്ന രക്ഷയെ സ്വീകരിക്കാൻ കഴിയില്ല. അത് ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് വിശ്വാസത്തോടെ തൻ്റെ പുത്രൻ്റെ ക്രൂശമരണത്തെ വരിക്കുവാൻ, ക്രൂശമരണത്തെ അംഗീകരിക്കാൻ തയ്യാറാകണം. 3, നാം കണ്ടത് രക്ഷ എന്ന് പറയുന്നത് വിശ്വാസത്താൽ മാത്രം ലഭിക്കുന്ന കാര്യമാണ്. രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യം അത് അംഗീകരിക്കുക എന്ന് മാത്രമാണ്. ഹൃദയം കൊണ്ട് അംഗീകരിച്ച് രക്ഷയ്ക്കായി ഏറ്റുപറയുക. അങ്ങനെ ഏറ്റുപറഞ്ഞാൽ, ഹൃദയം തുറന്നു കൊടുത്താൽ യേശു നമുക്ക് തരുന്ന രക്ഷ സൗജന്യമാണ്. ദൈവം തൻ്റെ പുത്രൻ്റെ ചെലവിൽ നമുക്ക് രക്ഷ സൗജന്യമായിട്ട് നൽകുക. എന്നെ കേൾക്കുന്ന മാന്യ സുഹൃത്തുക്കളെ, ശ്രോതാക്കളെ, ഞാൻ ചോദിക്കട്ടെ,
ഇത്ര ലളിതമായ രക്ഷ, കൃപയുടെ സുവിശേഷം ഇതിനു മുമ്പ് നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും. ഒരു ചോദ്യം ചോദിക്കാൻ അവസാനിപ്പിക്കുന്നു. ഇന്ന് വരെ നിങ്ങൾക്ക് ഈ സൗജന്യമായി ദൈവം നൽകുന്ന രക്ഷയെ വിശ്വാസത്തിൻ്റെ കരങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന മറ്റൊരവസരമാണെന്ന് മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു, എനിക്ക് നിന്നെ ആവശ്യമാണ്, കടന്നു വന്ന് എന്നെ രക്ഷിക്കണം. നിങ്ങളങ്ങനെ പ്രാർത്ഥിക്കുമോ? അങ്ങനെ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദാനപ്രകാരം ദൈവമക്കളാകുവാനുള്ള അവകാശം നിങ്ങൾക്കും ലഭ്യമാണ്. ഈ ചിന്തകൾ, ഈ ആലോചനകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പുതിയൊരു വഴിത്തിരിവായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.